ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1ൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ എന്താണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, അതിൻ്റെ തിയറി എന്താണ്, ഡെഫിനിഷൻ, അതൊക്കെ പഠിക്കുന്നതിന് മുമ്പിൽ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർഡ് എന്ന് പറഞ്ഞ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേസ് സ്റ്റഡി, ഈ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ഫേമസ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഫോർഡ് ചെയ്ത ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആണ്. സോ നമുക്ക് ആദ്യം ആ കേസ് സ്റ്റഡി ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഡെഫിനിഷനിലോട്ടൊക്കെ പോകാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയാൽ ഫോർഡ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തത് അവരുടെ അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്സിലാണ്. ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ ഇത് വളരെ കുറേ ഡേറ്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയാണ് കേട്ടോ, വളരെ പഴയ കേസ് സ്റ്റഡിയാണ്, പക്ഷെ അതൊരു ഫേമസ് എക്സാമ്പിളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഇത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഇഷ്യൂ പർച്ചേസ് ഓർഡർ ടു ദ വെൻഡറിന് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. At the same time, this purchasing department will send a copy of the purchase order to accounts payable department. Accounts payable ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കോപ്പി അയക്കും ഈ പർച്ചേസ് ഓർഡറിൻ്റെ. ശരി, അടുത്ത എന്ത് സംഭവിക്കും? വെൻഡർ ബേസ്ഡ് ഓൺ ദ പർച്ചേസ് ഓർഡർ വിൽ സെൻഡ് ഗുഡ്സ് ടു ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. വെൻഡർ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഗുഡ്സ് അയക്കും. റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും, വിച്ച് ഇസ് റിസീവിംഗ് ഡോക്യുമെൻറ്റ്. ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ അക്കൗണ്ട്സ് പേബിൾ. ഓക്കെ, ഗുഡ്സ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ അക്കൗണ്ട്സ് പേബിളിന് ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? വെൻഡർ വിൽ എഗെയിൻ സബ്മിറ്റ് ആൻ ഇൻവോയ്സ്. ഒരു ഇൻവോയ്സ് ആർക്ക് കൊടുക്കും? അക്കൗണ്ട്സ് പേബിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും. ഓക്കെ, നമ്മളുടെ ഇൻവോയ്സ്, നമ്മുടെ അല്ല, വെൻഡറിൻ്റെ ഇൻവോയ്സ്. സോ അക്കൗണ്ട്സ് പേബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഈ പർച്ചേസ് ഓർഡർ, റിസീവിംഗ് ഡോക്യുമെൻറ്റ്, ഇൻവോയ്സ് ഇതെല്ലാം കൂടി കമ്പയർ ചെയ്യും. ഇതെല്ലാം ഓക്കെ ആണോ, എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് എവറിത്തിങ് ഇസ് ഓക്കെ, ദേ വിൽ റിലീസ് ദ പേയ്മെൻറ്റ് ടു ദ വെൻഡറിന് പേയ്മെൻറ്റ് കൊടുക്കും. സോ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 500 എംപ്ലോയീസ് ഇവർക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത് ഫോർഡല്ലേ, കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്, അത്രയും പാർട്സ് വരും അല്ലെ, അത്രയും പാർട്സ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് റീകൺസൈൽ ചെയ്യാനും എല്ലാത്തിനുമായിട്ട് അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ 500 എംപ്ലോയീസ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. സോ they did a business process re-engineering in their accounts payable process. ഈ പ്രോസസ്സിൽ ഇവരൊരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്തു. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് അവരുടെ പ്രോസസ്സ് ഇങ്ങനെയായിരുന്നു. ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഇഷ്യൂ ദ പർച്ചേസ് ഓർഡർ ടു ദ വെൻഡർ. അറ്റ് ദ സെയിം ടൈം ഇത് ഇവരുടെ ഡാറ്റാബേസിലേക്ക് വരും. ഓക്കെ, പർച്ചേസ് ഓർഡർ ഇഷ്യൂ ആയി എന്നുള്ളത് ഡേറ്റാബേസിൽ വരും. ഫ്രം ദിസ് ഡേറ്റാബേസ്, അപ്പോൾ ഡേറ്റാബേസിലേക്ക് വരും. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദിസ് പർച്ചേസ് ഓർഡർ, വെൻഡർ വിൽ സെൻഡ് ഗുഡ്സ് ടു ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലും. അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഡേറ്റാബേസ് ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോൾ അതിലൊരു പർച്ചേസ് ഓർഡർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ആ പർച്ചേസ് ഓർഡറിന് അഗേൻസ്റ്റ് ആണ് ഈ ഗുഡ്സ് വന്നതെന്ന് മനസ്സിലാവും. ആ പർച്ചേസ് ഓർഡറിൽ ടിക്ക് ചെയ്യും. ഓക്കെ, പർച്ചേസ് ഓർഡർ നമുക്ക് കിട്ടി, ഗുഡ്സ് റിസീവ് ചെയ്തു. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യത്തില്ല, ഇറ്റ് വിൽ ബി റിട്ടേൺഡ് ബാക്ക് ടു ദ വെൻഡർ. ഓക്കെ, അപ്പോൾ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ഓർഡർ ക്ലോസ് ചെയ്യും. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് വന്നു. അപ്പോൾ എന്ത് പറ്റും? ഡേറ്റാബേസിൽ നിന്ന് ആ പർച്ചേസ് ഓർഡർ ഗുഡ്സ് റിസീവ് ആയെന്നുള്ള ഇൻഫർമേഷൻ ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഗുഡ്സ് റിസീവ് ആയി കഴിഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഓക്കെ, ഗുഡ്സ് റിസീവ് ചെയ്തല്ലോ, നേരെ പേയ്മെൻറ്റ് വെൻഡറിന് കൊടുക്കും. അതായത് ഇൻവോയ്സിങ് വേണ്ട, ഇൻവോയ്സിങ് ലെസ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം അവർ കൊണ്ടുവന്നു. ഇനി ഇൻവോയ്സ് ആയിട്ടൊന്നും മാച്ച് ചെയ്യണ്ട, ബിക്കോസ് എനിക്ക് ഗുഡ്സ് കിട്ടിയില്ലേ, ആ ഗുഡ്സിനെ ബേസ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് റിലീസ് ചെയ്യും അക്കൗണ്ട്സ് പേയബിൾ. സോ ഈ ഒരു പ്രോസസ്സ് റീ എഞ്ചിനീയർ ചെയ്തത് കൊണ്ട് ഫോർഡിന് ഉണ്ടായത് ഓൾമോസ്റ്റ് 70% റിഡക്ഷൻ ഇൻ എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിൽ 70% ഹെഡ് കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അതേപോലെ ഏകദേശം ഈ സൈക്കിൾ ടൈം എന്തോ 30%ഓളം സൈക്കിൾ ടൈമിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിഡക്ഷനും ഉണ്ടായി, അതായത് ഈ പ്രോസസ് സൈക്കിൾ ടൈമിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഇവർ ചെയ്ത ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയാൻ പോകുന്നത്? ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ക്ലിയർ അല്ലേ?
ഇനി നമുക്കിതിൻ്റെ തിയറി നോക്കാം. വാട്ട് ഈസ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്? Okay, so business process re-engineering is the fundamental rethinking and radical design. ഈ ബോൾഡ് ആയിട്ടുള്ള വേർഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. The fundamental rethinking and radical redesign of the core business process to achieve dramatic improvement in critical and contemporary measures of performance such as cost, quality, service and speed. നമുക്ക് ഇതിനൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നോക്കാം എന്താണ് ഫണ്ടമെൻ്റൽ റീതിങ്കിങ്. അതായത് ഈ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റീതിങ്കിങ്. സോ വാട്ട് ഇസ് ഇറ്റ്? അതായത് ഇപ്പോൾ ഇവരുടെ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നത് ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് അറിയില്ല. ഫണ്ടമെൻ്റലി ഈ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് റീതിങ്ക് ചെയ്യും. അതായത് നമ്മളിവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ വി ആർ ഡൂയിങ് ഇറ്റ്. എന്തിനാണ് ഈ അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്സ്, അത് എന്തിനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത്, അങ്ങനെ മൊത്തം പ്രോസസ്സ് അഴിച്ചു പണിയുകയാണ്. ഫണ്ടമെൻ്റൽ റീതിങ്കിങ് ആണ്. എന്നാലേ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് ചെറിയ കോസ്റ്റ് റിഡക്ഷൻ പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദർ ഷുഡ് ബി ഫണ്ടമെൻ്റൽ റീതിങ്കിങ്. അതേപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് പ്രോസസ്സ് ചെറിയൊരു കാര്യത്തിനെ കുറിച്ചല്ല. ഈ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ കോർ ബിസിനസ് പ്രോസസ്സ് ആയിരിക്കണം. അതായത് ബിസിനസ്സിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം ഈ ഒരു പ്രോസസ്സിന്. അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്സ് ഇറ്റ് ഈസ് എ കോർ പ്രോസസ്സ്, ഇവരുടെ ഒരു മെയിൻ പ്രോസസ്സാണ്. അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും പ്രോസസ്സിൻ്റെ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തിയത് ദാറ്റ് ഇസ് നോട്ട് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ദ റീഡിസൈൻ ഷുഡ് ബി ഓഫ് കോർ ബിസിനസ് പ്രോസസ്. ആൻഡ് നമുക്ക് കിട്ടാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ല. അതായത് കുറച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി അതല്ല വേണ്ടത്. ദർ ഷുഡ് ബി ഡ്രാമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ്. കണ്ടോ, ഇവരുടെ 75% എംപ്ലോയീസിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം. അല്ലാണ്ട് 1% റിഡക്ഷൻ ഇൻ എംപ്ലോയീസ്, ചെറിയ ചെറിയ ഇൻക്രിമെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇൻ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ദർ ഷുഡ് ബി ഡ്രാമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ദ ഇംപ്രൂവ്മെന്റ് ഷുഡ് ബി മെഷേർഡ് ആൻഡ് ഇറ്റ് ഷുഡ് റിലേറ്റ് ടു. ആ ഇംപ്രൂവ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം? ഒന്നെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ സൈക്കിൾ ടൈം പ്രോസസ് ടൈം റിഡക്ഷൻ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വെറുതെ മനസ്സിലാവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതാണ് പഠിക്കുന്നത്. സോ വാട്ട് ഇസ് ബിസിനസ് പ്രോസസ് റീ engineering? It is the fundamental rethinking and radical redesign of the core business process to achieve dramatic improvement in critical measures of performance such as cost, quality, service and speed. ക്രിട്ടിക്കൽ അതായത് ഈ പെർഫോമൻസ് മെഷർ ചെയ്യണ അതായത് ക്രിട്ടിക്കൽ എന്ന് വെച്ചിരിക്കുന്ന മെയിൻ, അതായത് പെർഫോമൻസ് മെഷർ ചെയ്യണ ക്രിട്ടിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, കോസ്റ്റ്, ക്വാളിറ്റി, സർവീസ്, സ്പീഡ്, അങ്ങനെ പെർഫോമൻസ് മെഷർ ചെയ്യണ ഇതിൽ കാര്യങ്ങളിൽ ഡ്രാമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടമെൻ്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ശരി. സോ ബി പി ആറിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് വാട്ട് ആർ ദ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൻ്റെ 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ് അതും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ബ്ലൂ വെച്ച് എഴുതിയേക്കുന്നത് ജസ്റ്റ് എക്സാമ്പിൾ ആണ്. എല്ലാത്തിലും നമുക്കൊന്ന് കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി ആ ബ്ലാക്ക് അതാണ് ആ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ ബ്ലാക്ക് ഇത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പ്രിൻസിപ്പിൾസ്. അല്ലല്ല, ചിലതിലൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട്. ഞാനും പല സ്ഥലത്തുനിന്നും എടുത്തതാണത്, മിക്സ് ചെയ്തൊക്കെ എടുത്താണ്. ഓക്കെ, അപ്പോൾ നോക്കും 7 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോസസ്സസ് ഷുഡ് ബി ഡിസൈൻഡ് based on the desired outcome or result rather than focusing on individual task or functional department. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് 7 പോയിന്റ്സ് ടു ബി നോട്ടഡ്, നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട 7 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രോസസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഔട്ട്കമ്മിനെ ബേസ് ചെയ്താണ് പ്രോസസ്സ് ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലാണ്ട് ടാസ്കിനെ ബേസ് ചെയ്തല്ല. ഓക്കെ,
അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോസസ്സിൽ നിന്ന് വേണ്ട ഔട്ട്പുട്ട് എന്താണ് അതിനെ ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇല്ലേ, നമ്മളുടെ ഇവിടെ വീട്ടിലൊക്കെ ഈ ഒരാൾ സർവീസ് ചെയ്യാൻ വരൂലേ, ഇപ്പോൾ നമുക്ക് എന്താ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയി, അപ്പോൾ നമ്മൾ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു സർവീസിൻ്റെ ഒരാൾ വരൂലേ. അപ്പോൾ ആ സർവീസിൻ്റെ ആൾ വരുമ്പോൾ, കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് വരുമ്പോൾ, അയാൾ തന്നെ ഫ്രിഡ്ജ് ഇൻസ്പെക്ട് ചെയ്തിട്ട് അയാൾ തന്നെ മനസ്സിലാക്കും എന്താണ് പ്രശ്നം എന്ന്. അയാൾ തന്നെ അയാളുടെ ഓർഡർ ബുക്കിൽ എഴുതും ഇന്ന ഇന്ന പാർട്സ് പോയി, മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇന്ന് എന്തൊക്കെ പാർട്സ് പോയി അയാൾ പറയും. അത് ആ ഓർഡർ എടുത്തിട്ട് അത് അയാളുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുകയോ ഫോണിൽ ആഡ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ട് അയാൾ തന്നെ പാർട്സ് ഓർഡർ ചെയ്യും. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അയാൾ തന്നെ ആ പാർട്സ് കൊണ്ടുവരും, അല്ലേ? അയാൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് അയാൾ തന്നെ ആ പാർട്സ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മുടെ ഫ്രിഡ്ജിൽ അസംബിൾ ചെയ്ത് തരും, അതിന് ഇൻസ്റ്റാൾ ചെയ്ത് തരും, അയാൾ തന്നെ ബില്ലും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ആ ഒരു ഔട്ട്കം കണ്ടോ, എന്താണ് ഔട്ട്കം എന്ന് പറയുന്നത്? ഇത് ഈ പാർട്സ് റീപ്ലേസ്ഡ് ആവണം, അതിൻ്റെ പൈസ മേടിക്കണം. അപ്പോൾ അത് മുഴുവൻ ഒരാളെ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യിച്ചേക്കണത്. ഓക്കെ. ആ ആ ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയേക്കുന്നത് ഔട്ട്കമ്മിനെ ബേസ് ചെയ്താണ്. അല്ലാണ്ട് ഇത് പല പല സ്റ്റെപ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകെ പ്രശ്നവും. അതായത് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേറെ ആൾ, അപ്പോൾ ഇയാൾ ഫോൺ ചെയ്ത് പറയേണ്ടി വരും, ഓക്കെ ഓർഡർ പ്ലേസ് ചെയ്യണം, പിന്നെ റിസീവ് ചെയ്യണത് വേറെ ആളാണ്, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഡിസൈഡ് ഔട്ട്കം. നമ്മൾ ഔട്ട്കമ്മിനെ ബേസ് ചെയ്ത് വേണം പ്രോസസ്സ് ഡിസൈൻ ചെയ്യാൻ. നമ്മളുടെ ആവശ്യം എന്താണ് അതിനെ ബേസ് ചെയ്ത് പ്രോസസ്സ് ഡിസൈൻ ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ടാസ്കിനെ ബേസ് ചെയ്തല്ല. ഓക്കെ, ഒരാൾ പർച്ചേസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്, വേറൊരാൾ ബില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ, വേറൊരാൾ സർവീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ. അങ്ങനെ ടാസ്കിനെ ബേസ് ചെയ്തല്ല പ്രോസസ്സ് ഡിസൈൻ ചെയ്യേണ്ടത്, ഔട്ട്കമ്മിനെ ബേസ് ചെയ്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സെക്കൻഡ് വൺ, personnel who use the output from a process should perform the process. അതായത് ആർക്കാണോ ഔട്ട്പുട്ട് വേണ്ടത് അവരെ കൊണ്ട് ആ പ്രോസസ്സ് ചെയ്യിപ്പിക്കാൻ നോക്കുക. ഓക്കെ, ആർക്കാണോ ഔട്ട്പുട്ട് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആർക്കാണ് ഔട്ട്പുട്ട് വേണ്ടത് അവർ ചെയ്യട്ടെ ആ പ്രോസസ്സ്, അത് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോണിൽ എനിക്ക് ഒരു ഓർഡർ വേണം, അപ്പോൾ അതിൻ്റെ ഡെലിവറി അഡ്രസ്സ് ഫില്ല് ചെയ്യണത് ഞാൻ തന്നെയാണ്, അല്ലാണ്ട് എൻ്റെ അടുത്ത് നിന്ന് വേറൊരു എക്സിക്യൂട്ടീവ് വാങ്ങിച്ച് എഴുതിയെടുത്ത് എന്നിട്ട് അയാളല്ല ഫില്ല് ചെയ്യണത്. അപ്പോൾ എന്താ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ പറയും ഓർഡർ കിട്ടിയില്ല, നിങ്ങൾ അഡ്രസ്സ് തെറ്റിച്ചിട്ടാന്നൊക്കെ പറയില്ലേ. ഇതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് നമുക്കാണ് ഔട്ട്പുട്ട് വേണ്ടത്, നമുക്കാണ് ഓർഡർ റിസീവ് ചെയ്യേണ്ടത്. സോ ഐ ഷുഡ് ഫിൽ ദ കറക്റ്റ് അഡ്രസ്സ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആക്കി. മനസ്സിലായോ? ആരാണോ ആമസോണിൽ നിന്ന് വാങ്ങിക്കണത് അവർ കറക്റ്റായിട്ട് അഡ്രസ്സ് ഫില്ല് ചെയ്യണം. ഓക്കെ, അവർ കറക്റ്റായിട്ട് സൈസ് സെലക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ദ പേഴ്സൺ ഹൂ റിക്വയർസ് ദ ഔട്ട്പുട്ട് ഷുഡ് പെർഫോം ദ പ്രോസസ്. ആ രീതിയിൽ പ്രോസസ്സ് ഡിസൈൻ ചെയ്യാൻ നോക്കുക. തേർഡ് വൺ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിംഗ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വർക്ക് വിച്ച് പ്രൊഡ്യൂസസ് ദ ഇൻഫർമേഷൻ. ഓക്കെ, അതായത് ഇൻഫർമേഷൻ എപ്പോഴാണോ ജനറേറ്റ് ആവുന്നത്, ഒരു വർക്കിൽ നിന്ന് ഇൻഫർമേഷൻ ജനറേറ്റ് ആവും, അപ്പം തന്നെ ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഗുഡ്സ് കിട്ടി. ഓക്കെ, ആ ഗുഡ്സ് കിട്ടുമ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഓർഡറുമായിട്ട് കമ്പയർ ചെയ്യും വെദർ ദ ഗുഡ്സ് ആർ കറക്റ്റ്, നമ്മൾ ഓർഡർ ചെയ്ത സ്പെസിഫിക്കേഷൻ ആണോ. രണ്ട് സിറ്റുവേഷനല്ലേ ഉള്ളത്, ഒന്നെങ്കിൽ ഇറ്റ് കൺഫേംസ് ടു ദി ഓർഡർ, അതായത് എവറിത്തിങ് ഇസ് റൈറ്റ്, അല്ലെങ്കിൽ ദ ഗുഡ്സ് ഡു നോട്ട് കൺഫേം ടു ദ സ്പെസിഫിക്കേഷൻ, ഒന്നെങ്കിൽ അത് കറക്റ്റ് അല്ല, തിരിച്ചു കൊടുത്തിട്ടുണ്ട് വരും. അപ്പോൾ ഇവിടെ വെച്ച് ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ആയല്ല, ഒന്നെങ്കിൽ ഗുഡ്സ് കൺഫേം ടു ദ ഓർഡർ, ഗുഡ്സ് ഓക്കെ ആണ്, നമ്മളത് റിസീവ് ചെയ്യാൻ പോവാണ്, അവർ തന്നെ എന്ത് ചെയ്യട്ടെ, ബുക്സിൽ അത് ആഡ് ചെയ്യട്ടെ, അതായത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ബുക്സിൽ അത് എൻറ്റർ ചെയ്യണം. അല്ലാണ്ട് അവർ ഞങ്ങൾക്ക് ഗുഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയണത് അത് ആ വർക്കിൻ്റെ പാർട്ടാക്കുക. അതായത് ഗുഡ്സ് കിട്ടിയോ, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ബുക്സിൽ എൻട്രി ചെയ്യുക, ഒരു അക്കൗണ്ട്സ് പേയബിൾ എൻട്രി, ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വെച്ച് പേയ്മെൻറ്റ് കൊടുത്തോളും. അല്ലാണ്ട് ബുക്സ് നമുക്ക് ഗുഡ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സ്ലിപ്പ് എടുത്ത് അത് അക്കൗണ്ട്സിൽ കൊണ്ടേ കൊടുത്ത് അവർ എൻട്രി ചെയ്യട്ടെ, അങ്ങനെ ചെയ്യരുത്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വർക്കിൻ്റെ പാർട്ടാക്കുക. ഓക്കെ, ആരാണോ ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യണത് അവർ തന്നെ അത് പ്രോസസ്സ് ചെയ്യട്ടെ, അല്ലാണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയക്കേണ്ട അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അതാണ് തേർഡ് പ്രിൻസിപ്പിൾ. ഓക്കെ. ഫോർത്ത് വൺ, geographically dispersed resources should be treated as if they are centralized. അതായത് ജോഗ്രഫിക്കലി രണ്ട്
രണ്ട് റിസോഴ്സ് ഭയങ്കര ദൂരെ ആണെങ്കിലും അതിനെ സെൻട്രലൈസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു എക്സാമ്പിൾ പറയണത്, ഓക്കെ, എച്ച് പി എന്ന് പറഞ്ഞ കമ്പനി ഇല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പി സിയുടെ കമ്പനി, എച്ച് പിക്ക് ഇല്ലേ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആയിരുന്നു. അതായത് എച്ച് പിക്ക് പല പല മാനുഫാക്ചറിങ് പ്ലാൻസ് ഉണ്ട്. ഈ മാനുഫാക്ചറിങ് പ്ലാൻസിലെല്ലാം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യണത്. ഓരോരുത്തർക്ക് ആവശ്യം എന്താണോ അത് അവർ ആ പ്ലാന്റിൽ പർച്ചേസ് ചെയ്യും. ഈച്ച് ലോക്കൽ മാനുഫാക്ചറിങ് സൈറ്റ് ക്യാൻ പർച്ചേസ് ദ ക്വാണ്ടിറ്റി നീഡഡ് അറ്റ് ദ ടൈം ദേ നീഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വെൻഡറിൻ്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾക്ക് എന്ത് പ്രൈസിന് തരാൻ പറ്റും, ഞങ്ങൾക്ക് എന്ത് പ്രൈസിന് തരാൻ പറ്റും, അങ്ങനെ ഈച്ച് വെൻഡർ ഷുഡ് ഡൂ ദ നെഗോഷിയേഷൻ. ക്ലിയർ അല്ലേ? അതേപോലെ ഇവരെല്ലാവരും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണോണ്ട് ദ കമ്പനി ഈസ് ലൂസിങ് എക്കണോമി ഓഫ് സ്കെയിൽ, ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട്, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സാവുകയാണ്. അപ്പോൾ ഇവർ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ഈ പ്രോസസ്സ് മാറ്റി പ്രൈസിങ് ആൻഡ് നെഗോസിയേഷൻ ഒരു സെൻട്രലൈസ്ഡ് പ്രോസസ്സാക്കി. അതായത് വെൻഡറിൻ്റെ അടുത്ത് പ്രൈസ് നെഗോസിയേറ്റ് ചെയ്യണത് ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് കഴിഞ്ഞ് പ്രൈസ് നമ്മളുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യും. ഓരോ മാനുഫാക്ചറിങ് പ്ലാന്റിന് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാം. എന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ഓർഡർ മാത്രം അങ്ങോട്ട് ഇഷ്യൂ ചെയ്താൽ മതി. പ്രൈസ് ഒന്ന് നെഗോസിയേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അവരവർക്ക് വേണ്ട ഈച്ച് മാനുഫാക്ചറിങ് പ്ലാൻ ക്യാൻ പ്ലേസ് ദെയർ റിക്വയർഡ് പർച്ചേസ് ഓർഡർ. അപ്പോൾ ഈ വെൻഡർ അതാത് സ്ഥലത്തേക്ക് ഗുഡ്സ് അയക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? ഈ ആക്ടിവിറ്റീസൊക്കെ നെഗോസിയേഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എന്ത് ചെയ്തു, ഒരു സെൻട്രലൈസ് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ അതാണ് ഇവർ പറയണത്. ആക്ച്വലി ഈ റിസോഴ്സ് എല്ലാം ജിയോഗ്രഫിക്കലി വേറെ വേറെ സ്ഥലത്താണ്, അല്ലേ, വേറെ വേറെ സ്ഥലത്താണ് മാനുഫാക്ചറിങ് പ്ലാന്റ്. പക്ഷേ ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് റിസോഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇഫ് ദേ ആർ സെൻട്രലൈസ്ഡ്. അവർ സെൻട്രലൈസ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കുക ഇൻ എ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ. Parallel activities should be linked rather than just integrating their results. Okay, BPR ചെയ്യുമ്പോൾ പാരലൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, റാദർ ദാൻ ഇൻറ്റഗ്രേറ്റിംഗ് ദെയർ റിസൾട്ട്സ് എന്ന് പറഞ്ഞില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആപ്പിളിന് സ്വന്തമായിട്ട് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെ. ഐഫോൺ അവരുടെ പ്രൊഡക്റ്റാണ്, അതിനുള്ള സോഫ്റ്റ്വെയർ iOS അത് അവരുടെ തന്നെയാണ്. അപ്പോൾ iOS ഡെവലപ്മെൻറ്റ് ടീമും ഉണ്ട്, പ്രൊഡക്റ്റ് ഐഫോൺ ഡെവലപ്മെൻറ്റ് ടീമും ഉണ്ട്. ഇവർ രണ്ടുപേരും വേറെ വേറെ ആയിട്ട് വർക്ക് ചെയ്ത് ഏറ്റവും അവസാനം ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ട് തമ്മിൽ ലിങ്ക് ചെയ്യാൻ നോക്കുന്നതിന് പകരം ദ ആക്ടിവിറ്റീസ് ഇറ്റ് സെൽഫ് ഷുഡ് ബി ലിങ്ക്ഡ്. അതായത് ഇവർ ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാൻ. ആ രീതിയിൽ വേണം നമ്മൾ പ്രോസസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇവർ വേറെ iOS ഡെവലപ്മെൻറ്റ് ടീം സെപ്പറേറ്റ്, ഐഫോൺ ഡെവലപ്മെൻറ്റ് ടീം സെപ്പറേറ്റ്. അറ്റ് ദ എൻഡ് നമ്മൾ ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇവരുടെ രണ്ടുപേരുടെ ഔട്ട്പുട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഡിസാസ്റ്റർ ആയിരിക്കും, അത് നമുക്ക് അത്ര എഫിഷ്യൻ്റ് അല്ല. സോ റാദർ ദാൻ ട്രീറ്റിംഗ് ദം ആസ് ടു സെപ്പറേറ്റ് ടീം ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് ദ റിസൾട്ട്സ്, വി ഷുഡ് പാരലലി ലിങ്ക് ദീസ് ആക്ടിവിറ്റീസ്. രണ്ടുപേരെയും ഒരുമിച്ച് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഇവരുടെ പ്രോസസ്സ് ഡിസൈൻ ചെയ്യാൻ. ക്ലിയർ അല്ലേ? ആൻഡ് സിക്സ്ത് വൺ, ഡൂവേഴ്സ് ഷുഡ് ബി അലൗഡ് ടു ബി സെൽഫ് മാനേജിങ്. അതായത് ഒരു വർക്ക് ചെയ്യണത് ആരാണോ അവർക്ക് തന്നെ കുറച്ച് അതോറിറ്റി കൂടി കൊടുക്കുക. അവർക്ക് അവരെ തന്നെ സെൽഫ് മാനേജ് ചെയ്യാനുള്ള കുറച്ച് അതോറിറ്റി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് വിചാരിക്കും, ക്ലയൻസിനെ ഡീൽ ചെയ്യണ സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഡിസ്കൗണ്ട് ഡിസൈഡ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, സെയിൽസ് മാനേജേഴ്സിന്, സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ഈ അതോറിറ്റി ഇല്ലെങ്കിൽ ക്ലയൻ്റ് ആയിട്ട് ഡീൽ ചെയ്യണം. അപ്പോൾ ക്ലയൻറ്റ് പറയും എനിക്ക് ഡിസ്കൗണ്ട് വേണം, ഓക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് പറയേണ്ടി വരും. എന്നിട്ട് അപ്പുറത്ത് മാനേജറുടെ അടുത്ത് ചോദിക്കണം, തിരിച്ച് ക്ലയൻറ്റിൻ്റെ അടുത്ത് വരണം. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് അല്ലേ. സോ ഈ പ്രോസസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിന് ഒരു റൈറ്റ് കൊടുക്കുക. അതായത് പക്ഷെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ് അല്ല, അതായത് നമ്മൾ അതിനെ പ്രോസസ്സിൽ കറക്റ്റ് ആക്കുക. അതായത് സെയിൽ വാല്യൂ ഇത്ര എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ X% ഡിസ്കൗണ്ട് കൊടുത്തോളൂ. അങ്ങനെ ഒരു പോളിസി ബിൽഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണ്ട, അവർ പോയി അവർ പോയി മാനേജറിൻ്റെ അടുത്തുനിന്ന് പെർമിഷൻ എടുക്കണ്ട. ക്ലിയർ അല്ലേ?
അപ്പോൾ നമ്മൾ പ്രോസസ്സ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ പറയുവാണ് ഇത്ര ക്വാണ്ടിറ്റി സെയിലാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കാം. അത് പ്രോസസ്സിൽ തന്നെ ആ ഒരു റൂള് ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് അവർ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഡൂവേഴ്സ് ഷുഡ് ബി അലൗഡ് ടു ബി സെൽഫ് മാനേജിങ്. വേറൊരാൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഇറ്റ് സെൽഫ് ക്യാൻ മാനേജ് ദംസെൽഫ്. അങ്ങനെ പ്രോസസ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഇൻഫർമേഷൻ ഷുഡ് ബി ക്യാപ്ചേർഡ് അറ്റ് വൺസ്. അതായത് ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യണത് ഒരു ഒറ്റ തവണ, ആ ഒരു തവണ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യം വരാൻ പാടുള്ളൂ. റിഡൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി അവോയ്ഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? റിഡൻഡൻറ്റ്, 2 പ്രാവശ്യം ഡാറ്റ എൻട്രി ചെയ്യേണ്ടി വരരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഓർഡർ, നമ്മൾ ആ ഓർഡറിന് വേണ്ടിയിട്ട് അഡ്രസ്സ് ഫില്ല് ചെയ്യൂലേ, അത് പലർക്കും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. ആ അഡ്രസ്സ് പക്ഷെ ഒരു തവണയും നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കസ്റ്റമറിനെ കൊണ്ട് ഒരു തവണ അത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് പല പല സ്ഥലത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തോ. പക്ഷെ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ഒരേ ഡാറ്റ റിഡൻഡൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യിപ്പിക്കരുത്. ബിക്കോസ് അതിൽ എന്ത് പറ്റും, എറേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. സോ ഇൻഫർമേഷൻ ഷുഡ് ബി ക്യാപ്ചേർഡ് വൺസ് അറ്റ് ദ സോഴ്സ്. എപ്പോഴാണോ ഇൻഫർമേഷൻ ജനറേറ്റ് ആവണത് അപ്പം തന്നെ ക്യാപ്ചർ ചെയ്യുക. പിന്നെ ആ ഇൻഫർമേഷൻ രണ്ടാമത് ഡേറ്റ എൻട്രി ചെയ്യേണ്ടി വരരുത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത വീഡിയോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ. ശരി.